ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം മുതൽ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ പ്രവൃത്തികൾ വരുന്നത് പൊടുന്നനവയല്ല, പെട്ടെന്നല്ല, അത് പടിപടിയായിട്ടാണ് വരുന്നത്. പാപത്തിൻ്റെ അഗാധ കയങ്ങളിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തുന്നത് അത് ഒരു നിമിഷം കൊണ്ടല്ല, പടിപടിയായ അധപ്പതനമാണത്. ദാവീദിൻ്റെ ജീവിതത്തിലെ അധപ്പതനം, ദാവീദിൻ്റെ ഡിക്ലൈൻ പടിപടിയായിട്ടായിരുന്നു. ദാവീദ് പകൽ മുഴുവൻ മെത്തയിൽ, കിടക്കയിൽ, ഉറക്കത്തിൽ, സുഖനിദ്രയിൽ. വൈകുന്നേരമായപ്പോൾ എഴുന്നേറ്റു. വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് തീരുമാനമെടുത്തിരുന്ന ദൈവദാസൻ വൈകുന്നേരം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനെങ്കിലും പോയാൽ മതിയായിരുന്നു. ആ സമയം ദാവീദ് പ്രാർത്ഥന പോലും മുടക്കി സുഖശീതളമായ ഇളങ്കാറ്റേറ്റുകൊണ്ട് മട്ടുപ്പാവിൽ ഉലാത്തുകയാണ്. ദാവീദ് അപ്പോൾ അങ്ങ് ദൂരെ ഒരു കുളത്തിൻ്റെ കടവിൽ കുളിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. ദാവീദിൻ്റെ പാപം നോട്ടത്തിൽ കൂടി വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. കൺമോഹം, കൺമോഹത്തിൽ ദാവീദ് വീണിരിക്കുകയാണ്. ദാവീദ് അങ്ങനെ ഒരാളോട് നോക്കി നിൽക്കുന്നു എന്ന് ബത്ശേബ അറിയുന്നില്ല. ഊരിയാവിൻ്റെ ഭാര്യയാണ് ബത്ശേബ. ബത്ശേബ, അവളുടെ അപ്പൻ്റെ പേര് ഏലിയാം എന്നാണ്. ഏലിയാവല്ല, ഏലിയാം. ഏലിയാമിൻ്റെ അപ്പൻ അഹീതോഫലാണ്. അഹീതോഫലിനൊരു ചരിത്രമുണ്ട്, അത് വേറൊരു വിഷയമാണ്, പിന്നീട് പറഞ്ഞുകൊള്ളാം. അഹീതോഫലിൻ്റെ മകൻ്റെ മകളാണ് ഈ ബത്ശേബ. അഹീതോഫലിൻ്റെ മകൻ്റെ മകളായ ബത്ശേബ, അവൾ ഊരിയാവിൻ്റെ ഭാര്യയാണ്. ദാവീദിൻ്റെ ഭൃത്യനായ ഊരിയാവിൻ്റെ ഭാര്യയാണ്. ഒരു സ്ത്രീ, അവൾ സുന്ദരിയോ സുന്ദരി അല്ലാതെയോ ആയിരിക്കട്ടെ, ആ സ്ത്രീ കുളിക്കുന്നത് കൊട്ടാരത്തിൻ്റെ മാളികമേൽ നിന്നുകൊണ്ട് രാജാവ്, ദൈവത്തിൻ്റെ വ്രതൻ നോക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ അഭിഷിക്തൻ ആ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ദൂരെ കുളിക്കടവിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. കൺമോഹം വ്യാപരിച്ചു. സഹോദരങ്ങളെ, ചിന്തകന്മാർ പറയും, ഇങ്ങനെയാണ് പറയുന്നത്: സോ എ തോട്ട്, റീപ്പ് ആൻ ആക്ഷൻ. സോ ആൻ ആക്ഷൻ, റീപ്പ് എ ഹാബിറ്റ്. സോ എ ഹാബിറ്റ്, റീപ്പ് എ ക്യാരക്ടർ. ആൻഡ് സോ എ ക്യാരക്ടർ, റീപ്പ് യുവർ ഡെസ്റ്റിനി. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ചിന്തയിൽ തുടങ്ങുന്നു, ചിന്തയിലാണ് തുടങ്ങുന്നത്. സോ എ തോട്ട്, ഒരു ചിന്ത വിതയ്ക്കൂ. റീപ്പ് ആൻ ആക്ഷൻ, അതൊരു പ്രവൃത്തിയായി പരിണമിക്കും. അധികം കഴിയാതെ പ്രവൃത്തിയാകും. സോ ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തി, അത് തന്നെ തുടരെ ചെയ്തുകൊണ്ടിരിക്കൂ, പ്രവൃത്തി വിതയ്ക്കൂ. റീപ്പ് എ ഹാബിറ്റ്, അതൊരു ശീലമായി മാറും, മാറാത്ത ശീലമായി മാറും. ആൻഡ് സോ എ ഹാബിറ്റ്, ഒരു ശീലം തന്നെ തുടർന്നുകൊണ്ടിരിക്കൂ. റീപ്പ് എ ക്യാരക്ടർ, അത് സ്വഭാവമായി മാറും. ആൻഡ് സോ എ ക്യാരക്ടർ, സ്വഭാവം തന്നെ, അത് തുടർന്നുകൊണ്ടേയിരിക്കൂ. റീപ്പ് യുവർ ഡെസ്റ്റിനി, നിൻ്റെ ഭാവിയുടെ ഭാഗധേയം മുഴുവൻ നിർണ്ണയിക്കപ്പെടും. നിൻ്റെ ജീവിത ഭാവി മുഴുവൻ അതായിത്തീരും. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ ജീവിതത്തിൽ പയ്യെ പയ്യെ തിന്മയിലേക്ക് ഇങ്ങനെ ഒഴുകി പോവുകയാണ്, ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒഴുകി തെന്നി തെന്നി അപകടത്തിലേക്ക് നീങ്ങുകയാണ്. ഈ വാക്കുകളെ കേൾക്കുന്ന മാന്യ സഹോദര, നീ ഇന്ന് തെന്നുന്ന വഴിയിൽ തെന്നിക്കൊണ്ടിരിക്കുകയാണോ? ഈ വഴി തെന്നുന്നത് തന്നെ സംശയമൊന്നുമില്ല, ഈ വഴി വീഴാവുന്നതാണ്, സംശയമില്ല. പക്ഷേ മകനെ, നീ നിൻ്റെ നാഥൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചുകൊള്ളൂ.
ആ കരത്തിലെ പിടിവിടരുത്. ആ കൃപയുടെ കരത്തിൽ നിന്ന് നീ പിടിവിടരുത്. എപ്പോഴും കൃപയിൽ ചാരിക്കൊള്ളൂ. എപ്പോഴും തിരുരക്തത്തിൽ ശരണപ്പെട്ടുകൊള്ളൂ. എപ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ചു കൊള്ളൂ. നാഥാ, ഞാൻ നിന്നെ മുറുകെ പിടിച്ചു കൊള്ളട്ടെ. എൻ്റെ കർത്താവേ, നീയും എന്നെ മുറുകെ പിടിച്ചു കൊള്ളണമേ. കർത്താവേ, നിൻ്റെ ബലിഷ്ഠമായ ഭുജങ്ങൾ എന്നെ കാത്തുകൊള്ളണമേ. നിത്യനായ ദൈവം, പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന് ഈ ദാവീദൊരിക്കൽ പാടിയതാണ്. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. ഇറ്റേണൽ ഗോഡ് ഈസ് അവർ റെഫ്യൂജ്, അണ്ടർനീത്ത് ആർ ദി എവർലാസ്റ്റിംഗ് ആംസ്. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. സ്നേഹിതരെ, ശാശ്വത ഭുജങ്ങൾ നിങ്ങളെ താങ്ങാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? ശാശ്വത ഭുജങ്ങൾ നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? ശാശ്വത ഭുജങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ ഭുജം ബലിഷ്ഠങ്ങളാണ്. ആ ഭുജങ്ങളിൽ നിങ്ങൾ ചാരണം. ആരും ഭയപ്പെടേണ്ട. ആരും ശത്രുവിൻ്റെ നീക്കങ്ങളെ കണ്ട് പേടിക്കേണ്ട. പൈശാചികൻ്റെ പ്രലോഭനങ്ങളെ കണ്ട് ആരും ഭയന്ന് മാറണ്ട. ആരും ഭീരുക്കളാകണ്ട. ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ. പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല. അവനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. മോഹം വെളിയിൽ നിന്ന് വരുന്നതല്ല, അത് മനുഷ്യൻ്റെ അകത്തു നിന്ന് തന്നെ വരുന്നതാണ്. അകത്തു നിന്നാണ് മോഹം വരുന്നത്. കൺമോഹം ഉള്ളിൽ നിന്നാണ് വരുന്നത്. പിശാചനെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാത്താനെ വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് പൂർവിക മാതാവായ ഹൗവ അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ ദൈവമേ, നിനക്കറിയരുതോ, ഞാനൊരു പാവം ബലഹീന പാത്രമല്ലേ, ഞാനൊരു സ്ത്രീയല്ലേ, സാത്താൻ എന്നെ ചതിച്ചു, പാമ്പ് പറിച്ചു തന്നു, ഞാൻ തിന്നു. എനിക്ക് വലിയ കഴിവുണ്ടോ? എനിക്ക് വലിയ പ്രാപ്തിയുണ്ടോ? ഞാനൊരു ബലഹീന പാത്രമല്ലേ, പാമ്പ് എന്നെ ചതിച്ചു. ഹൗവായ്ക്ക് പാമ്പിൽ കുറ്റം ചാരാനാണ് തോന്നിയത്. സ്വന്തം പാവത്തിൻ്റെ ഗൗരവം കണ്ടില്ല. ആദാമിനോട് ചോദിച്ചു, നീ എന്തായി ചെയ്തത്? എന്നും എൻ്റെ കൂടെ വെയിലാറുമ്പോൾ ഈ തോട്ടത്തിൽ കൂടെ തരിനിരകളുടെ ഇടയിലൂടെ ആനന്ദ തുന്തിലനായി നടന്നിരുന്ന നിനക്കെന്താണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? ആദാം പറഞ്ഞു, കർത്താവേ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന സ്ത്രീ പറിച്ചു തന്നു, ഞാൻ തിന്നു. ആ സ്ത്രീ തന്നതുകൊണ്ടാണ് ഞാൻ തിന്നത്. എനിക്ക് തെറ്റുപറ്റി ശരിയാണ്. പക്ഷേ കർത്താവേ, നിനക്കറിയരുതോ, ഭാര്യ പറഞ്ഞാൽ അത് കേൾക്കണ്ടേ? ഞാനത് കേട്ടില്ലെങ്കിൽ എന്നോടുകൂടെ പിന്നെ അവൾക്ക് ഇരിക്കാൻ പറ്റാതെ വരില്ലേ? ഞാൻ ഇവിടെ ഇരിക്കും, അവൾ തോട്ടത്തിൽ നിന്ന് വെളിയിൽ പോകും. അപ്പോൾ നിൻ്റെ വാഗ്ദാനം തന്നെ നിറവേറാതെ പോവുകയില്ലേ? എന്നോടുകൂടെ ഇരിക്കാനല്ലേ നീ അവളെ എനിക്ക് തന്നത്? അങ്ങനെയല്ലേ നിൻ്റെ വാഗ്ദത്തം? ദൈവത്തെ തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, പരോക്ഷമായി കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ആദാം ദൈവത്തോട് പറയുകയാണ് സ്വയം ന്യായീകരണം. പാമ്പ് ചതിച്ചു, പ്രിയപ്പെട്ടവരെ, ശത്രു എന്നെ വഞ്ചിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്. പാപം അകത്തു നിന്നാണ് വരുന്നത്. പാപം മനുഷ്യൻ്റെ അകത്തു നിന്നാണ് പുറപ്പെടുന്നത്. മകനേ, മോഹം നിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് നിൻ്റെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നതാണ്. മകളെ, നിൻ്റെ ഹൃദയത്തിൽ അലിഞ്ഞു കിടക്കുന്നതാണ്. ഇന്ന് നിനക്ക് പ്രവൃത്തിയിൽ പാപം വന്നില്ല. മകനെ, നിൻ്റെ പ്രവൃത്തിയിൽ പാപം വന്നില്ല. സ്നേഹിത, നിൻ്റെ പ്രവൃത്തിയിലോ വാക്കിലോ പാപം വന്നില്ല. എങ്കിലും നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ രക്തത്തിൽ പാപപ്രകൃതിയുണ്ട്, പാപത്തിൻ്റെ നേച്ചറുണ്ട്, പാപത്തിൻ്റെ സ്വഭാവമുണ്ട്, പാപത്തിൻ്റെ പ്രവണതയുണ്ട്, പാപത്തിൻ്റെ ഇൻക്ലിനേഷനുണ്ട്, പാപത്തിലേക്കുള്ള ചായ്വുണ്ട്, പാപത്തിൻ്റെ നേച്ചറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാ ദാവീദ് മോഹിച്ച് നോക്കി. ദാവീദ് ആ സ്ത്രീയുടെ സൗന്ദര്യത്തിലേക്ക് നോക്കി. ദാവീദ് അവിടെ കുളിക്കുന്ന സുന്ദരിയായ ബത്ശേബയെ, കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ ദാവീദ് നോക്കിക്കൊണ്ടിരുന്നു. മനുഷ്യൻ്റെ അകത്ത് നിന്നാണ് അശുദ്ധി പുറപ്പെടുന്നത്. മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം മുതൽ തുടർന്ന് നാം വായിക്കുന്നു. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധരാക്കുന്നത്. അകത്തു നിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. അകത്തു നിന്നാണ് അശുദ്ധി പുറപ്പെടുന്നത്. തിന്മയുടെ ഉറവിടം ഹൃദയമാണ്. പാപത്തിൻ്റെ ഉറവിടം ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്നാണ് പാപം ഉത്ഭൂതമാകുന്നത്. പാപം ഉറവെടുക്കുന്നത് ഹൃദയത്തിലാണ്, ഉള്ളിലാണ് പാപത്തിൻ്റെ ഉറവിടം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം വായിക്കുന്ന എന്താണ്? വ്യഭിചാരം
അത് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ദുശ്ചിന്ത അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. പരസംഗം അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. കൊലപാതകം അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ, ശരീര അവയവങ്ങൾ കൊണ്ടുള്ള പ്രവൃത്തിയിൽ പാപം വരുന്നതിന് മുൻപ്, ഭയാനകമായ പ്രവൃത്തിയിലെ വീഴ്ചയിലേക്ക് വരുന്നതിന് മുൻപ് അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഹൃദയത്തിലെ ചിന്തകളിൽ, ഹൃദയത്തിലെ നിരൂപണങ്ങളിൽ, ഹൃദയത്തിലെ മോഹങ്ങളിൽ, ഹൃദയത്തിൻ്റെ ദാഹങ്ങളിൽ, ശരീരത്തിൻ്റെ താല്പര്യങ്ങളിൽ, മനസ്സിൻ്റെ തോന്നലുകളിൽ എല്ലാം പാപം ഉറവെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമോ? എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പാപം ഉറവെടുക്കുന്നുണ്ടല്ലോ. കർത്താവേ, എൻ്റെ ചിന്തകളിൽ നീരസവും കയ്പും ഉണ്ടല്ലോ. എൻ്റെ മനോഭാവത്തിൽ വൈരാഗ്യവും പകയും ഉണ്ടല്ലോ. എൻ്റെ ഹൃദയത്തിൽ ചിലരോട് ഈർഷ്യയും നല്ല ദേഷ്യവും ഉണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ലേഖനം വായിച്ചു. വളരെ സുന്ദരമായൊരു ലേഖനം, നല്ല അർത്ഥവത്തായ ഒരു ലേഖനം. എന്താണ്? ക്യാൻസർ രോഗം ബാധിച്ചവർ, അവർ നല്ല ചിന്തകൾ കൊണ്ട് ഹൃദയം നിറച്ചാൽ അവരുടെ രോഗത്തിന് ശമനമുണ്ടാകുമെന്ന്. അത് മിസ്സസ് ലീല മേനോൻ എന്ന് പറയുന്ന അനുഗ്രഹീതയായ ഒരു നല്ല സാഹിത്യ വാസനയുള്ള, നല്ല പത്രപ്രവർത്തക നൈപുണ്യമുള്ള, നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള ധന്യയായ ഒരു മഹതി എഴുതിയ ലേഖനമാണ് വായിച്ചത്. ക്യാൻസർ രോഗം ബാധിക്കുമ്പോഴും ശുഭചിന്തകൾ കൊണ്ട് ഹൃദയം നിറച്ചാൽ, വിശുദ്ധ ചിന്തകൾ കൊണ്ട് ഹൃദയം നിറച്ചാൽ, എപ്പോഴും ഹൃദയത്തിൻ്റെ നിഷേധഭാവങ്ങൾ അകറ്റിക്കൊണ്ട് നല്ല നല്ല സൽചിന്തകൾക്ക് ഉള്ളത്തിൽ ഇടം കൊടുത്താൽ രോഗത്തിന് ശമനമുണ്ട് എന്ന്, രോഗത്തിന് സൗഖ്യമുണ്ട് എന്ന്. വളരെ മനോഹരമായ ആ ലേഖനം വായിച്ച് ഞാൻ തരിച്ചിരുന്നു പോയി. പ്രിയപ്പെട്ടവരെ, മിസ്സസ് ലീല മേനോൻ ആ മഹതി എഴുതിയ ലേഖനത്തിൻ്റെ കാമ്പും കാതലും ഞാൻ നല്ലതുപോലെ ഉൾക്കൊണ്ടു. നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ശുഭചിന്തകൾ ഉറവെടുക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ സൽചിന്തകൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ കയ്പും വൈരാഗ്യവും മാറട്ടെ. നിങ്ങളുടെ ഉള്ളിലെ ദുഷിച്ച ചിന്തകൾ മാറട്ടെ. ദുർവികാരങ്ങൾ മാറട്ടെ. ചീത്ത വാസനകൾ മാറട്ടെ. മനസ്സിലുള്ളതായ അഴുക്ക് മോഹങ്ങൾ മാറട്ടെ. മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ ഹൃദയത്തിലുള്ളത് അത് നിങ്ങൾ മാറ്റിക്കളയുവീൻ. പ്രിയരെ, മനസ്സിലേക്ക് അഴുക്കായത് വരാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ നിങ്ങൾ വിജിലൻ്റ് ആകുവീൻ, നിങ്ങൾ ജാഗരൂകരാകുവീൻ, നിങ്ങൾ ജാഗ്രതയുള്ളവരാകുവീൻ. അരുതാത്ത ചിന്തകൾക്കിടം കൊടുക്കരുത്, അരുതാത്ത നോട്ടത്തിനിടം കൊടുക്കരുത്. കണ്ണുകൊണ്ട് നോക്കുന്നതിൽ അപകടം വന്നു. നാം വായിക്കുന്നുണ്ട്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മലപ്രസംഗത്തിൽ, തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് നമ്മുടെ കർത്താവ് അത് പറഞ്ഞത്. 5-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലം കണ്ണ് നിന്നെ കടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, വലം കണ്ണ് നിന്നെ കടർച്ച വരുത്തുന്നുവെങ്കിൽ, പാപത്തിലേക്ക് നിന്നെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, പാപത്തിന് നിന്റെ കണ്ണിൻ്റെ നോട്ടം അതിന് മുഖാന്തരമാകുന്നുവെങ്കിൽ, മകനെ നിന്റെ കണ്ണ് ചൂന്നെടുത്ത് എറിഞ്ഞു കളക എന്നാണ് പറയുന്നത്. യാതൊരു വിട്ടുവീഴ്ചയും കർത്താവ് പറയുന്നില്ല. ജീവനുള്ള ദൈവം, സൃഷ്ടാവും ഉടയവനും സർവ്വജഗൻ നിയന്താവുമായ ദൈവം കൽപ്പിക്കുന്നത് അങ്ങനെയാണ്. നിന്റെ കണ്ണ് നിനക്ക് കടർച്ച വരുത്താതെ നോക്കണം, അവയവങ്ങളൊന്നും തെറ്റിപ്പോകാതെ നോക്കണം. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. പറയും ചിന്തകന്മാർ പറയും, ദ സെക്കൻഡ് ലുക്ക് ഇസ് സിൻഫുൾ. രണ്ടാമത്തെ നോട്ടം പാപം നിറഞ്ഞതാണ്. കണ്ടു, അതിൽ പാപം വരണമെന്നില്ല, വരില്ലെന്നല്ല. കണ്ടു, പാപം വരണമെന്നില്ല, പക്ഷേ നോക്കുമ്പോൾ പാപമായി, കാണാൻ വേണ്ടി നോക്കുമ്പോൾ പാപമായി. നാം ബസ്സിലിരിക്കുകയാണ്, അല്ലെങ്കിൽ നാം യാത്ര ചെയ്യുകയാണ്, അവിടെ ഒരു പോസ്റ്റർ, ഒരു കടലാസ് ഒട്ടിച്ചിരിക്കുന്നു, പടം ഒട്ടിച്ചിരിക്കുന്നു. സിനിമ പോസ്റ്ററാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പടമാണ്, അല്പം വൃത്തികെട്ട പടമാണ്, കാണാൻ കൊള്ളാവുന്നതല്ല. അത് ഒന്ന് കണ്ടുപോയി, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കാണാൻ വേണ്ടി നോക്കിയോ, കാണാൻ വേണ്ടി ഹൃദയം ആഗ്രഹിച്ചോ, എങ്കിൽ പാപമായി. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനി ചിന്തിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ മോഹത്തിൻ്റെ നോട്ടം വരുന്നുണ്ടോ? മോഹത്തോടുകൂടി നോക്കുന്നുണ്ടോ?
പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ താൻ സൂക്ഷിക്കും. ഞാൻ ദൈവത്തിൻ്റെ വ്രതനായി നിൽക്കണമോ? അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓരോരുത്തരും ചിന്തിച്ചാൽ മതി, ഞാൻ ദൈവത്തിൻ്റെ ഒരു വ്രതനായി നിൽക്കണമോ? ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ പുരുഷനായി ഞാൻ നിൽക്കണമോ? നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്, അതിൻ്റെ മേന്മ നിങ്ങൾക്കാണ്, അതിൻ്റെ വീര്യം നിങ്ങൾക്കാണ്, അതിൻ്റെ ശക്തി നിങ്ങൾക്കാണ്. നിങ്ങളുടെ മനഃശക്തി വർദ്ധിക്കും, നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കും, നിങ്ങളുടെ ബുദ്ധിയുടെ മാഗ്നറ്റിക് കപ്പാസിറ്റി ഷാർപ്പായി തീരും. എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിക്കുണ്ടൊരു മാഗ്നറ്റിക് കപ്പാസിറ്റി, കാന്തശക്തിയുണ്ട് ബുദ്ധിക്ക്, കാന്തശക്തി. പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? യുവാക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, യുവതികളെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ബുദ്ധി നല്ല തെളിഞ്ഞ ബുദ്ധിയായി തീരുവാൻ അഴുക്ക് മോഹങ്ങൾ വിട്ടുകളയുവീൻ, വേണ്ടാത്ത ചിന്തകൾ വിട്ടുകളയുവീൻ, അഴുക്ക് ദുശ്ശീലങ്ങൾ വിട്ടുകളയുവീൻ, അശുദ്ധമായ ബന്ധങ്ങൾ വിട്ടുകളയുവീൻ, അശുദ്ധമായ മോഹങ്ങൾ വിട്ടുകളയുവീൻ. നിങ്ങളുടെ ജീവിതം പ്രശോഭിതമാകും, നിങ്ങളുടെ ജീവിതം കരുത്തുള്ളതാകും. കൂട്ടുകാർ നിങ്ങളെ കളിയാക്കും, ഈ നൂറ്റാണ്ടിന് കൊള്ളാത്തവനെന്ന് പറയും, ഈ കാലഘട്ടത്തിന് ചേരാത്തവനെന്ന് പറയും. എന്തെല്ലാം വിക്രിയകളാണ് നടക്കുന്നത് പ്രിയരെ. റാഗിങ് എന്നുള്ള ഓമനപ്പേരിൽ നടക്കുന്ന വൈകൃതങ്ങൾ, റാഗിങ് എന്ന ഓമനപ്പേരിൽ നമ്മുടെ പല കോളേജ് ക്യാമ്പസുകളിലും നടക്കുന്നതായ ഭീകരമായ, ലജ്ജാവഹമായ, മ്ലേച്ഛമായ ചെയ്തികൾ ഇന്ന് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നവയല്ലേ? അതിൻ്റെ എല്ലാം പിന്നിൽ ഭീകരമായ പാപമാണ്. അതിൻ്റെ പിന്നിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന പൈശാചികൻ്റെ ഭയാനകമായ പ്രേരണയുണ്ട്, പ്രലോഭനമുണ്ട് എന്നറിഞ്ഞുകൊള്ളുവീൻ. സഹോദരീ സഹോദരങ്ങളെ, ഓർക്കുക, നമ്മുടെ ഓമന കുഞ്ഞുങ്ങൾ ദൂരെ ദൂരെ ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്നു, ദൂരെ ദൂരെ കോളേജുകളിലും മറ്റും പഠിക്കുന്നു. അവിടെ രഹസ്യമായി നടക്കുന്ന എന്തെല്ലാമാണ്, അവിടെ നടക്കുന്ന വിക്രികൾ എന്തെല്ലാമാണ്, അവിടെ നടക്കുന്ന രതി വൈകൃതങ്ങൾ എന്തെല്ലാമാണ്, അവിടെ നടക്കുന്ന ലൈംഗിക ആഭാസങ്ങൾ എന്തെല്ലാമാണ്. സഹോദരങ്ങളെ, യുവാക്കൾ നെറ്റി ചുളിക്കരുതേ, യുവാക്കളുടെ മനസ്സിൽ പതർച്ച വരരുതേ. ഞാൻ വിനയപൂർവ്വം പറയുകയാണ്, മക്കളെ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നിങ്ങളെ തന്നെ കരുതുവീൻ, നിങ്ങളെ തന്നെ ഒരുക്കുവീൻ, നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. നിങ്ങളുടെ ജീവിതം താറുമാറായി പോകാൻ പിശാചിന്റെ കരാള കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാതിരിപ്പീൻ. സാത്താന്റെ ഭീകര മുഷ്ടികളിലേക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാതെ വിശുദ്ധിയുടെ ദീപശിഖ നിങ്ങളുടെ വലങ്കരങ്ങളിലേന്തി ഉയർത്തിപ്പിടിപ്പീൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധി കൈമുതലാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പണ്ടൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവനൊരു പാവപ്പെട്ടവനാണ്, അവനൊരു ദരിദ്രനാണ്. അവൻ ദൂരദേശത്ത് പാർക്കുകയാണ്, അവനങ്ങ് ദൂരെ പാർക്കുകയാണ്. സ്വന്തക്കാരിൽ നകന്ന്, ബന്ധക്കാരിൽ നകന്ന്, മാതാപിതാക്കളിൽ നകന്ന്, സ്വന്തം ദേശത്തു നിന്നും അകന്ന് ദൂരെ പാർക്കുകയാണ്. യെറൂസലേമിലാണ് ജനനം. ഇത്രയും കാലം പാർത്തത് ജെറുസലേമിലാണ്. പക്ഷേ ഇപ്പോൾ അവൻ്റെ അടിമയായിട്ട് നെബൂഖദ്നേസർ രാജാവിൻ്റെ സൈന്യം പിടിച്ചുകൊണ്ടുപോയി ബാബിലോണിയായിൽ പാർപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബാബിലോണിയായിൽ അവൻ പാർക്കുന്ന കാലത്ത് അവൻ രഹസ്യമായി ദൈവത്തോടൊരു ഉടമ്പടി ചെയ്തു. എന്താണ് ഉടമ്പടി? യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. സ്നേഹിതരെ, ഒരു നോട്ടത്തിൽ പോലും പിഴവറ്റുകയില്ല എന്ന് ആ പാവം യുവാവ് തീരുമാനിച്ചു. ആളുകൾ അവനെ കളിയാക്കിയെന്ന് വരാം, ആളുകൾ അവനെ പുച്ഛിച്ചു എന്ന് വരാം, പലരും അവനെ പരിഹസിച്ചു എന്ന് വരാം, കാലഘട്ടത്തിന് ചേരാത്തവനെന്ന് അവനെ വില കുറച്ച് കണ്ടു എന്ന് വരാം. പ്രിയപ്പെട്ടവരെ, പക്ഷെ അവനൊരു കൂസലില്ല. അവൻ ദൈവത്തോട് പറഞ്ഞ വാക്കവൻ പാലിച്ചു. യാതൊരു കാരണവശാലും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ദാനിയേലിൻ്റെ ആ തീരുമാനം കണ്ടു, ദാനിയേലിൻ്റെ നിഷ്ഠ കണ്ടു, ദാനിയേലിൻ്റെ ഉറപ്പ് കണ്ടു, ദാനിയേലിൻ്റെ വ്രതം കണ്ടു, ദാനിയേലിൻ്റെ ജീവിത തീരുമാനം ദൈവം കണ്ടു. ദൈവം ദാനിയേലിനെ അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ? നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമോ? നിങ്ങളുടെ ഭാവി കാലം ശോഭനമാകണമോ? നല്ല നാളുകളുടെ ശുഭകരമായ വാഗ്ദാനങ്ങളിലേക്ക് നിങ്ങൾക്ക് പറന്നെത്തണമോ? പ്രിയപ്പെട്ടവരെ, വാനമ്പാടിയെ പോലെ പറന്നുല്ലസിച്ച് രാജാധിരാജനെ പ്രകീർത്തിച്ച് പാടി സ്തുതിച്ച് ജീവനുള്ള ദൈവത്തെ ആഘോഷത്തോടെ ആരവാരത്തോടെ വാഴ്ത്തിപ്പാടി നിങ്ങളുടെ കാലങ്ങൾ നിങ്ങൾക്ക് തികയ്ക്കണമോ? ഒരു മാർഗമുണ്ട്. ജീവിത വിശുദ്ധി കൈമുതലാക്കുക, ജീവിത വിശുദ്ധി സ്വന്തമാക്കുക. ഇത് കേൾക്കുമ്പോൾ ഇതൊരു ചലഞ്ചായി നിങ്ങൾ എടുക്കുമോ? ഇതൊരു വെല്ലുവിളിയായി നിങ്ങൾ സ്വീകരിക്കുമോ? നാഥ, ഇന്ന് വരെ നോട്ടത്തിൽ തെറ്റുപറ്റി, ചിന്തയിൽ തെറ്റുപറ്റി, നാവിൽ വാക്കിൽ തെറ്റുപറ്റി. ദൈവമേ, എൻ്റെ ആഗ്രഹത്തിൽ തെറ്റുപറ്റി, എൻ്റെ മോഹത്തിൽ തെറ്റുപറ്റി. എൻ്റെ ദൈവമേ, എൻ്റെ ശരീരത്തിലെ അവയവങ്ങളിൽ തെറ്റുപറ്റി. കറപറ്റിയ അവയവങ്ങളാണ്, കേടുപറ്റിയ അവയവങ്ങളാണ്, അശുദ്ധി ബാധിച്ച അവയവങ്ങളാണ്. ലജ്ജയുണ്ട് കർത്താവേ, ഞാൻ ലജ്ജയോടെ തിരുമുൻപാകെ
സന്നിധിയിലേക്ക് വരുന്നു. എന്നെ നീ ഒന്ന് കഴുകണമേ, തിരുരക്തത്തിന്റെ മുദ്ര എനിക്ക് തരണമേ, തങ്കച്ചോരയാൽ എന്നെ കഴുകണമേ. ഗോകുൽത്തായിൽ ചിന്തിയ തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ എന്നെ ഇന്ന് ഇപ്പോൾ തന്നെ ഒന്ന് കഴുകണമേ. ആ തിരുരക്തം എന്റെ മേലൊന്ന് തളിക്കണമേ, എന്റെ മേൽ നിന്റെ കൃപയൊന്ന് പകരണമേ, എന്നെ നീ ഒന്ന് വിശുദ്ധീകരിക്കണമേ. എന്റെ ദൈവമേ, എന്റെ ചിന്തയിലും എന്റെ വായിലെ വാക്കുകളിലും എന്റെ പ്രവൃത്തികളിലും എന്റെ ഹൃദയത്തിന്റെ മോഹങ്ങളിലും എന്റെ വിചാരങ്ങളിലുമെല്ലാം നിഴലിട്ട് പോയ പാപത്തിന്റെ ഭീകരമായ പ്രവണതകളെ എന്നിൽ നിന്ന് മോചിച്ചു തരികയും എന്നെ കഴുകി വെടിപ്പാക്കുകയും ചെയ്യണമേ. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കിയലയ്ക്ക് വെളുപ്പിക്കാൻ ഭാഗ്യം തരണമേ. കർത്താവേ, എന്നെ നിന്റെ പ്രിയ പൈതലാക്കി മാറ്റണമേ, എന്നെ നിന്റെ അവകാശിയാക്കി മാറ്റണമേ. എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. എന്റെ മേൽ അവകാശം പറയുന്ന പൈശാചികനെ എന്നിൽ നിന്ന് വിധ്വംസിച്ചകറ്റണമേ. സാത്താന്യ സേനകളെ എന്നിൽ നിന്ന് മാറ്റി എന്നെ വിടുവിക്കണമേ. എനിക്ക് മോചനം തരണമേ. എന്റെ മേൽ നിന്റെ മുദ്ര പതിയണമേ. കുരിശിന്റെ ജീവനിൽ ത്രസിച്ചു കൊണ്ടിരിക്കണമേ. എന്നെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവന്റെ അരുളപ്പാടുകൾ ഞങ്ങൾക്ക് ദാനമായി തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ വാക്കുകളെ കേട്ട ഓരോരുത്തരുടെയും മേൽ അവിടുത്തെ കൃപ ഇപ്പോൾ പകരണമേ കർത്താവേ. തീരുമാനമെടുക്കുവാനുള്ള ശക്തി അവിടുന്ന് പ്രദാനം ചെയ്യണമേ കർത്താവേ. പുതിയ തീരുമാനങ്ങൾ ഉരുത്തിരിഞ്ഞു വരുവാനും പുതിയ നിഷ്ഠയോടെ പുതിയ ജീവിതം നയിപ്പാനുമുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകണമേ. പാപം വിട്ട് വിശുദ്ധി കൈമുതലാക്കി മുന്നോട്ട് പോകുവാനുള്ള കൃപയുടെ നിറവെല്ലാവർക്കും പകരണമേ. നാഥ, വന്നുപോയ പാപക്കറകൾ കഴുകിത്തരുന്ന നിസ്തുല സ്നേഹം, ക്രൂസിലെ തിരുരക്തത്തിൽ കൂടി ഒഴുകിയതായ ആ സ്വർഗീയ സ്നേഹം എല്ലാവരും അനുഭവിക്കുമാറാകണമേ. പാപം കഴുകപ്പെട്ടു എന്നുള്ള ഉറപ്പ് ലഭിക്കുമാറാകണമേ. പാപഭാരങ്ങൾ മാറ്റണമേ, അകൃത്യ ദോഷങ്ങൾ നീക്കണമേ, ശാപദോഷങ്ങൾ മാറ്റണമേ, രോഗബാധകൾ മാറ്റണമേ, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ. ദുരിതങ്ങളും ദുഃഖങ്ങളും കേടുകളും കെടുതികളും കടബാധ്യതകളും ആകുലങ്ങളും കർത്താവെ ഓരോരുത്തരിൽ നിന്നും മാറ്റണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും തിരുരക്തത്തിന്റെ മുദ്രയണിയിച്ച് അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.